ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നെയ്മീൻ കറി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഒരു ചട്ടി ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ എണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇടുന്നുണ്ട്. അതും കൂടി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഉപ്പാണ് കേട്ടോ. ഞാൻ ഉപ്പ് നേരത്തെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സവാള ഒന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിതുപോലെ ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു മണം മാറുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കൂടി ചേർക്കാം കേട്ടോ. ഞാനിവിടെ മല്ലിപ്പൊടി ആദ്യം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. എനിക്കിത്തിരി മുളക് കൂടുതൽ വേണം, എനിക്ക് എന്നാലാണ് ഒരു ടേസ്റ്റായിട്ട് തന്നാറുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടുതലിടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ പൊടികൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തീ ഒരുപാട് കൂട്ടിയിടരുത്, കുറച്ചിട്ടിട്ട് വേണം പൊടികളൊക്കെ ചേർക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഫിഷ് മസാല കൂടി ഇടുന്നുണ്ട്. ഫിഷ് മസാല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടി ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ച് ചേർക്കാം കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളം ഒഴിക്കുന്നില്ല, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് പുളി ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ പുളിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ തിള വരുന്നതിന് ശേഷമാണ് ഞാൻ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർക്കുന്നത് കേട്ടോ. ഇനി വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന മീൻ കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെറിയതായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഇടുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.